അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു സിമ്പിൾ ബ്രേസ്ലെറ്റിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയണതാവും, എന്നാലും അറിയാത്തവർ കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇതിനാവശ്യമായത് വൈറ്റ് ബീഡ്സും പിന്നെ കുറച്ച് കളർ ബീഡ്സും. അപ്പോൾ ഇത് ഞാനൊരു സ്റ്റാർ ടൈപ്പിലുള്ള ബീഡ്സാണ് എടുത്തിട്ടുള്ളത്, പിന്നെ വൈറ്റ് ബീഡ്സും. ഗിയർ വയറാണ് പിന്നെ വേണ്ടത്. അപ്പോൾ നമ്മൾ ഗിയർ വയറിൽ ഓരോ ബീഡ്സും കോർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം വൈറ്റ് ബീഡ്സ് കോർത്ത് കൊടുത്തു, പിന്നെ നമുക്ക് ഈ സ്റ്റാർ ടൈപ്പിലുള്ള ബീഡ്സ്. ഇത് നമ്മുടെ ഇഷ്ടത്തിന് ഇങ്ങനെ കുറച്ച് പല മോഡലുകളിൽ കുറേശ്ശെ വാങ്ങി വെച്ചാൽ നമുക്ക് പല മോഡലും ചെയ്യാൻ പറ്റും, പല കളറിലും. അതുപോലെ പല മോഡലിൽ ബീഡ്സ് തന്നെ പല മോഡലുണ്ടാവുമല്ലോ, അതൊക്കെ വാങ്ങി വെച്ചാൽ പല മോഡലിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഫുൾ അതുപോലെ കോർത്തിട്ട് നല്ല ടൈറ്റാക്കി കെട്ടിട്ട് കൊടുക്കുക. കെട്ടിട്ട് കൊടുക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം, നല്ല ടൈറ്റായിട്ട് 3-4 കെട്ടിട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വേഗം അഴിഞ്ഞു പോരും. നൂലല്ലാത്തത് കാരണം അലാസ്റ്റിക് ആയതുകൊണ്ട് വേഗം അഴിഞ്ഞു പോരും. അപ്പോൾ നല്ല ടൈറ്റാക്കി കെട്ടി കൊടുക്കുക. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേസ്ലെറ്റാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. മുത്ത് കോർക്കണ ഗഡ്സ് അറിയാത്തവർ ബട്ടൺ ഹൗസിലൊക്കെ പോയാൽ അവരോട് ഗിയർ വയർ ചോദിച്ചാൽ മതി, ഇലാസ്റ്റിക്കിൻ്റെ വയർ, അപ്പോൾ അവർ എടുത്തു തരും.